ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പ്രിംഗ് റോൾ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ അതിന് ശേഷം നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതായി നുറുക്കിയത് അതൊന്ന് ജസ്റ്റ് അതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് 2 സവോള ചെറുതായി നുറുക്കിയത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ അത് ഒന്ന് വഴറ്റി വന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ എടുത്തിട്ട് നമുക്കത് ചെറുതായി നുറുക്കിയിട്ടാണ് കേട്ടോ അത് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ചില്ലി ഫ്ലെക്സ് നിങ്ങൾക്ക് ആവശ്യത്തിന് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, അത് മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്ത്. എന്നിട്ട് ജസ്റ്റ് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം. എന്നിട്ട് അതൊന്ന് വെള്ളം വറ്റി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 1 ഗ്ലാസ് നല്ല തിക്കായിട്ടുള്ള നല്ല പാല് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ ഈ റെസിപ്പി. ചീസും പാലും അതൊക്കെ കൂടി ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ് ഇത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. എന്നിട്ട് പിന്നെ അതൊന്ന് തിക്കായി വന്നതിന് ശേഷം നല്ല തിക്കാക്കി എടുക്കുക. എന്നിട്ട് പിന്നെ അതിന് ശേഷം നമുക്കിതിലേക്ക് ചീസ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 ടീസ്പൂണ് ചീസ് ക്രീമാണ് കേട്ടോ ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് പിന്നെ അതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക്. ഇനി പിന്നെ നമുക്ക് ഇതിലേക്ക് പിന്നെ ചെഡർ ചീസ് ഇല്ലേ, അത് ഒരു ചെഡർ ചീസ് എടുത്തിട്ട് നമുക്കങ്ങനെ ചെറിയ പീസാക്കിയിട്ട് അതും കൂടി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതും കൂടി നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് അടുത്തത് വേണ്ടത് നമുക്ക് ഈ സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റാണ് കേട്ടോ. അപ്പോൾ ആ ഷീറ്റ് എടുത്തിട്ട് നമുക്ക് ഒരു സൈഡിലോട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ സൈഡിലോട്ടാണ് ഇത് വെക്കുക. എന്നിട്ട് ഇതുപോലെ മടക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഭയങ്കര തിന്നായിട്ടുള്ള ഷീറ്റാണ് കേട്ടോ. അപ്പോൾ മടക്കിയെടുക്കുമ്പോൾ നന്നായിട്ട് സൂക്ഷിച്ച് വേണം കേട്ടോ മടക്കിയെടുക്കാൻ, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. അതുകൊണ്ട് നോക്കിയിട്ട് വേണം കേട്ടോ മടക്കിയെടുക്കാൻ. എന്നിട്ട് നമുക്കിതിലേക്ക് മൈദ കലക്കിയിട്ട് നമ്മൾ സമൂസയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ അതുപോലെയൊക്കെ തന്നെ. എന്നിട്ട് നമുക്ക് ആ ഒരു അറ്റം മൈദ മിക്സ് വെച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പുറം ഇപ്പുറമൊക്കെ ഒന്ന് മറച്ചിട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് സ്പ്രിംഗ് റോള്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബായ്.